ഇതാണ്ട് ഈ നിൽക്കുന്ന മൂവാണ്ടമാത്തേന്ന് ഇന്നലെ ഞങ്ങൾ പണിക്കാരെ കൂട്ടി പറിച്ചെടുത്ത മാങ്ങയാണത്. അപ്പോൾ ഞങ്ങൾ ഈ മാങ്ങേനെ എങ്ങനെ പഴിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം കിട്ടിയ മുട്ടയുടെ ട്രേനെ നമുക്ക് ഇങ്ങനെയാക്കി യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുട്ടയുടെ ട്രേയിൽ നല്ല മാങ്ങ നോക്കി, ചതയാത്തയും പൊട്ടാത്തയും ഒക്കെയുള്ള മാങ്ങ നോക്കി അടുക്കി വെച്ച് പഴിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ഇപ്പോൾ നമ്മൾ മാങ്ങ പഴുക്കും, എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കിയിട്ട് പറയാട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങ പഴുക്കാൻ വെച്ചിട്ട് 2-3 ദിവസമായി. നമുക്ക് നോക്കാം എന്തായി എങ്ങനെയായി എന്നൊന്ന് നോക്കാം. മാങ്ങ പഴുത്തോ? മാങ്ങ പഴുത്തിട്ടുണ്ട്, എല്ലാം തന്നെ പഴുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണാതെ ചതഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു 1-2 അത് ചീഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലതിന് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ മാങ്ങ നമുക്ക് ചെത്തി നോക്കാം എത്രത്തോളം പഴുത്തിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന്. എന്തായാലും കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. മാങ്ങ എടുത്ത് ചെത്തിയും കൂടെ നോക്കാം. പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചെത്തി നോക്കാം ഈ മാങ്ങ ഉണ്ട്. ചെത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് പാകാട്ടോ മാങ്ങ. കുറച്ച് ചിലതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, എന്നാലും ആവറേജ് നല്ല പഴം തന്നെയാണ്. നമ്മൾ ആ മാങ്ങ ചെത്തി ഒന്ന് കഴുകി എടുത്തു. ഇനി ഒന്ന് പുളി നോക്കാം. പുളിയിട്ട് കുഴപ്പമൊന്നുമില്ല. പുറമെ കാണുന്ന ആ പഴുപ്പ് കൂടുതലൊന്നും ഉള്ളിലേക്കില്ല കേട്ടോ, കറക്റ്റ് പാകാം. മാങ്ങയ്ക്കൊക്കെ ഒരുപാട് ഓരോ പൂളിനും പണ്ട് പേര് പറയാറുണ്ട്, ഒക്കെ മറന്നു പോയി. എന്നാലും നല്ല മധുരമുണ്ട്, എന്തായാലും കറക്റ്റ് ഭാഗമാണ് മാങ്ങ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ട്രേ കൊണ്ടുള്ള മാങ്ങ പഴുപ്പിക്കൽ ഏറെക്കുറെ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ മുട്ടയുടെ ട്രേ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉപകാരം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.